നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോര് രൂക്ഷമാക്കുകയാണ്. പാകിസ്ഥാനെതിരെ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. വെറുതെ പ്രഖ്യാപനം മാത്രമല്ല, 15,000-ലധികം വരുന്ന അഫ്ഗാൻ സൈനികർ പാകിസ്ഥാനിലേക്ക് നീങ്ങുകയാണ്. ഏതു നിമിഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന സാഹചര്യമാണ് മേഖലയിൽ. അഫ്ഗാൻ അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ വലിയ അപരാധം ചെയ്തിരിക്കുകയാണെന്നും അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടന പാകിസ്ഥാനിനുള്ളിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടുവെന്നും പാകിസ്ഥാനിൽ ചൈന നടത്തുന്ന പദ്ധതികളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നും ആരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിന്റെ പക്തിക പ്രവിശ്യയിൽ കഴിഞ്ഞയാഴ്ച വ്യോമാക്രമണം നടത്തിയത്. താലിബാൻ സൈന്യം പാകിസ്ഥാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന വാർത്ത പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ആക്രമണത്തെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ പാക് സൈന്യത്തിന് ആശയക്കുഴപ്പം ഉണ്ടെന്നാണ് സൂചന. അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ വിചാരിച്ചിട്ടും താലിബാനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറിച്ച് അമേരിക്ക നിയമിച്ച സർക്കാരിനെ അട്ടിമറിച്ചാണ് അഫ്ഗാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തത്. മറ്റൊരു വാർത്ത വിശദീകരിക്കുകയാണെങ്കിൽ, BJP-യേക്കാൾ തീവ്ര ഹിന്ദു നിലപാടുകൾ സ്വീകരിക്കുവാൻ മടിയില്ലാത്ത പാർട്ടിയാണ് തങ്ങളെന്ന് തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഇന്ത്യൻ കറൻസിയിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറ്റി ശ്രീരാമന്റെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രം വയ്ക്കണം എന്നുവരെ പറഞ്ഞിട്ടുള്ളവരാണ് ആം ആദ്മി പാർട്ടിയിലുള്ളത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾക്ക് ഗ്യാരണ്ടി അവതരിപ്പിക്കുവാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ ഈ വിദ്യകളെല്ലാം പക്ഷേ ചീറ്റിപ്പോകുകയാണ് ചെയ്തത്. കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടി പുറത്തു വന്ന് പ്രചരണം നയിച്ചിട്ടും ദില്ലിയിൽ ഒരു സീറ്റിൽ പോലും ജയിക്കുവാൻ ആപ്പിന് കഴിഞ്ഞില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അടുത്ത കളിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും. പൂജാരിമാർക്കും ഗുരുദ്വാര പുരോഹിതന്മാർക്കും അടുത്ത തവണ ജയിച്ചു വന്നാൽ പ്രതിമാസം 18,000 രൂപ അലവൻസ് നൽകുമെന്നാണ് പ്രഖ്യാപനം. പൂജാരിമാരും ഗുരുദ്വാര പുരോഹിതന്മാരും സമൂഹത്തിന്റെ പ്രധാന ഭാഗമാണെന്നും അവർക്ക് സർക്കാർ സഹായധനം അനുവദിക്കും എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, പദ്ധതിക്കായി രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി നേരിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ എത്തി രജിസ്ട്രേഷൻ നടപടികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. ദില്ലി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യാന്തര തലത്തിലെ മറ്റൊരു പ്രധാന വാർത്ത, ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലുകൾ വാങ്ങുവാൻ ബംഗ്ലാദേശ് ഒരുങ്ങുന്നു എന്നതാണ്. 400 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അബ്ദൽ SBR മിസൈലുകളാണ് പാകിസ്ഥാനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിസൈലുകൾ നൽകുവാൻ പാകിസ്ഥാൻ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മേഖലയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കും പാകിസ്ഥാനെ ഈ ആയുധ കച്ചവടം സഹായിക്കും. പക്ഷേ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പോലുള്ള സംവിധാനങ്ങൾ മറികടന്നാലേ ഈ ആയുധ ഇടപാട് സാധ്യമാകുകയുള്ളൂ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് ഇന്ത്യ-ബംഗ്ലാദേശ് ബന്ധം മോശമാക്കുകയും ചെയ്തു. തുടർന്ന് സംഘർഷ സാധ്യത നിലനിൽക്കെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലുകൾ വാങ്ങുന്നത്. പാകിസ്ഥാൻ മിസൈലുകൾ നൽകിയാൽ മേഖലയിൽ ആയുധ പന്തയത്തിന് തുടക്കമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.